നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് മണി മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഡിസ്കസ് ചെയ്ത് പോയി. അതിന്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ. AI ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പണം സമ്പാദിക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു ബ്രീഫ് പറഞ്ഞു പോകാം. ബാക്കി നിങ്ങളത് നോക്കിയെടുക്കണം. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഈ ഡോക്യുമെന്റ്. ആദ്യം പറയുന്നത് ജനറേറ്റ് AI കണ്ടന്റ്. ഇത് ഞാൻ AI വെച്ച് തന്നെ ജനറേറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കിയതല്ല. 25 ways to money making through AI എന്ന് കുറച്ച് ജനറേറ്റ് ചെയ്തത് തന്നെയാണ്. ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിനെ സൈറ്റ് ഡയറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നതല്ല. നമ്മൾക്കിടയിൽ അത് പറയാമല്ലോ. അപ്പൊ AI കണ്ടന്റ് ക്രിയേഷൻ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ക്രിയേറ്റ് ബ്ലോഗ് പോസ്റ്റ്, വീഡിയോസ് ആൻഡ് ഓൺലൈൻ കോഴ്സസ് യൂസിങ് AI tools and sell them online. ഓൺലൈനിൽ തന്നെ നമുക്ക് കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴി വിൽക്കുകയും ചെയ്യും. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ചില സൈറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊരു AI അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. മിനി കോഴ്സ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയുന്നതേ ഉള്ളൂ. മിനി കോഴ്സ് ജനറേറ്റർ നമുക്കൊരു കോഴ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു AI ടൂളാണ്. ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ AI പവേർഡ് വെബ് ഡിസൈൻ ആണ്. AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. മുമ്പ് പറഞ്ഞിരുന്നു വെബ്സൈറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ChatGPT ഉപയോഗിക്കാം. ChatGPT പറഞ്ഞിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കോഡിംഗ് ആണ്. അത് കോഡിങ് ടെക്നിക്കൽ സൈഡാണ്. പിന്നെ കോഡിങ് അറിയാവുന്നവർക്ക് മാത്രമേ ആ ഒരു മേഖലയിലേക്ക് പോകാൻ കഴിയുള്ളൂ. സോ ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഓർ ആപ്ലിക്കേഷൻ യൂസിങ് AI ടൂൾ. കൺസൾട്ടൻസി ആണ്. പിന്നെ AI റിലേറ്റഡ് ബിസിനസിന്റെ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതേപോലെ അടുത്തത് പറഞ്ഞാൽ അതും ടെക്നിക്കൽ സൈഡാണ്. ഡെവലപ്പ് AI ടൂളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനന്നൊരു ബിസിനസ് പ്രപ്പോസൽ വെച്ചിരുന്നു. അത് കുറെ നാളായിട്ട് കൊണ്ടുനടന്നിരുന്നൊരു സംഭവമാണ്. അതില് AI ടൂളുകളുടെ കേസാണ് നമ്മളത് പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് MSME റിലേറ്റഡ് ആയിട്ടുള്ള AI ടൂളുകളുടെ ക്രിയേഷനാണ് അത് വരിക. ഭാവിയിൽ എപ്പോഴെങ്കിലും ആ ഒരു നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ക്രിയേറ്റ് ആൻഡ് സെൽ AI സോഫ്റ്റ്വെയർ ഓർ ടൂൾസ്. അതുപോലെ തന്നെ AI ഇൻ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോൺ പോലുള്ള സ്ഥാപനങ്ങൾ. അവിടെ AI യൂസേജ് ആണ്. അതുപോലെ തന്നെ
പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ ടു ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള ടൂളുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിന് ഉപയോഗിക്കാം. ഓൾറെഡി ഇപ്പോൾ പലതും നമുക്ക് ഉണ്ട്. ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ചാറ്റ് ബോട്ടുകളും AI ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അറിയാതെ ഉപയോഗിക്കുന്ന പലതും ചാറ്റ് ബോട്ടാണെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. AI ഇതിനു മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ബാങ്കിൽ ഒരു ബാങ്കിന്റെ സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് ബോട്ടുമായിട്ടാണ്, അല്ലെ പ്രൊഫസറെ? അതേപോലെ തന്നെ നമ്മളിപ്പോ ഗ്യാസ് ബുക്ക് ചെയ്യും എന്ന് വേണ്ട, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാറ്റ് ബോട്ടിനെ ആശ്രയിക്കുന്നു. അത് നമ്മൾ അറിയാണ്ടാണ് ചെയ്തത്, ഇപ്പോഴാണ് അത് മനസ്സിലായി വരുന്നത്. അതുപോലുള്ള ചാറ്റ് ബോട്ടുകൾ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം AI ഉപയോഗിച്ച്. കണ്ടന്റ് മോഡറേഷൻ ജസ്റ്റ് ഞാൻ ഓടിച്ചു പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് എന്താ പറയാ, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് എടുക്കും. കണ്ടന്റ് മോഡറേഷൻ, അതുപോലെ തന്നെ വിർച്വൽ അസിസ്റ്റന്റ് സർവീസസ്. വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഫ്രം ഹോം മോഡലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഗൂഗിളില് വിർച്വൽ അസിസ്റ്റന്റ് ജോബ്സ് ഇതുപോലെ വേക്കൻസികളുള്ള ഒരു മേഖലയാണ്. അത് തന്നെ വർക്കിൽ തന്നെ എത്രയോ മേഖല, എത്രയോ ജോലി. അതുകൊണ്ട് സിമോള് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. മണിക്കൂറിന് റിമോട്ട് ജോബാണ് വിർച്വൽ അസിസ്റ്റന്റ്. വളരെ നല്ലൊരു മേഖലയാണ്. അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒരു ലാപ്ടോപ്പ്, ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം വിർച്വൽ അസിസ്റ്റന്റ്. AI ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പൊ AI കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ SEO എന്നൊക്കെ പറയും. സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അല്ല, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അങ്ങനെ വേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട പല മേഖലയിലും ഇപ്പൊ AI കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് AI ടൂളുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളൊക്കെ കഴിയും. പിന്നെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ ഇപ്പൊ ഓൾറെഡി നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിന് പറ്റിയ ടൂളുകൾ നമുക്ക് കണ്ടെത്തിയിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ സർവീസിൽ നമുക്ക് AI ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. അത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹെൽത്ത് കെയറിൽ AI സൊല്യൂഷൻ ഫോർ ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാനിങ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ കുറിപ്പടി എഴുതില്ലേ, കുറിപ്പടി, അതായത് ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇപ്പോ AI റോബോട്ടുകൾ വന്നു കഴിഞ്ഞു. ചിലതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലേക്കും വരും.
ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള വിദേശത്തൊക്കെ റോബോട്ട് ശസ്ത്രക്രിയ നടത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും വലിയ അതിശയമൊന്നുമല്ല. വോയിസ് ഓവർ സർവീസസ്, ക്രിയേറ്റീവ് വോയിസ് ഓവർ ഫോർ വീഡിയോസ് ആൻഡ് പോഡ്കാസ്റ്റ്. AI ഉപയോഗിച്ച് നമുക്ക് സൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഗെയിമിങ്, ഡേറ്റ അനോട്ടേഷൻ സർവീസസ്, റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കാം. പിന്നെ ഫ്രോഡ് ആക്ടിവിറ്റീസ് നമുക്കത് അനാലിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പേഴ്സണൽ ട്രെയിനിങ്ങിന് ഉപയോഗിക്കാം AI. കണ്ടന്റ് പേഴ്സണലൈസേഷൻ, അതായത് നമ്മൾ കോമൺ ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് പോലാതെ അതിന് പകരം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ്. എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ടൂളിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർട്ട് നമ്മൾ ഓൾറെഡി ചില ടൂളുകളും സൈറ്റുകളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടാണ്. ബിങ്, അതുപോലെ തന്നെ ഐഡിയോഗ്രാം, അങ്ങനെയുള്ള ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റുകൾ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും AI യൂസ് ചെയ്യുന്നു. AI ഉപയോഗിച്ച് റിസർച്ച് ചെയ്യാൻ. ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു വൺ ലൈൻ പറയുന്നതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കത് നന്നായിരിക്കും. ഇനിയും ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് AI ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ അറിവിൽ നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്ത് കൂടാണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഗ്രേറ്റ് ലേണിംഗ് നമ്മൾ യുഡമി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഗ്രേറ്റ് ലേണിംഗ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് പഠിക്കുന്നു. ഇതിൽ കുറച്ച് ഫ്രീ കോഴ്സസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നമ്മളിത് വെച്ചിട്ട് കുറച്ച് ഫ്രീ കോഴ്സസ് ഉണ്ട്. അതിൽ കോഴ്സസ് കൊണ്ടിരുന്നു ഇതിൽ കുറച്ച് കോഴ്സ് ഉണ്ട്. അവർക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. സമയമുള്ളവര് ഇതിൽ കയറി കഴിഞ്ഞാൽ ഹൗ ടു ബിൽഡ് ഓൺ യുവർ ഓൺ ചാറ്റ് ബോട്ട്. നമ്മൾക്കൊരു ടെക്നിക്കൽ സാവി ആണെങ്കിൽ, നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻറോൾ ഫ്രീ വിത്ത് ഇമെയിൽ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് മതി. പിന്നീട് നമുക്ക് ചെയ്താൽ മതി. അതായത് ഞാൻ ടെക്നിക്കൽ സൈഡ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹൗ ടു ബിൽഡ് യുവർ ഓൺ ചാറ്റ് ബോട്ട് യൂസ് പൈത്തൺ. പൈത്തൺ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുമ്പ് നമ്മുടെ യൂണിസാറിന്റെ ടോപ്പിക് ആയിരുന്നു അല്ലെ? ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ പഠിപ്പിക്കുന്നില്ലെന്നു അല്ലെ യൂണിസ്? പൈത്തൺ പഠിപ്പിക്കുന്നുണ്ട്. ഞാനല്ല, വേറെ ആൾ എടുക്കുന്നത്. ഓക്കെ. അങ്ങനെ എന്തോ അന്ന് ഒരു ദിവസം പറയുന്നത് കേട്ടു പൈത്തൺ. ഞാനൊരു ലീഡ് വന്നപ്പോൾ ഞാനത് സാറിനോട് പറഞ്ഞപ്പോൾ പൈത്തന്റെ എന്തോ ഒരു സംഭവം സാർ പറഞ്ഞില്ലേ, ഒരു ലീഡ് പൈത്തനെ കുറിച്ച് വന്നപ്പോഴേ ആ ആ ആ ആ. 1 കോടിയിലധികം ആൾക്കാരുണ്ടെന്ന് പറയാം 170 കൺട്രീസിലായിട്ട്. ഇത് പൈത്തൺ അറിയാവുന്നവർക്കാണെങ്കിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം ചാറ്റ് ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ
ഇൻ ഹെൽത്ത് കെയർ നമ്മൾക്ക് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി എൻറോൾ ഫോർ നോക്കാൻ. വഴി വെറുതെ കൊടുക്കുകയാണ്. അതാണ് സിലബസ് വരിക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. ഇനി ഒന്ന് രണ്ട് സൈറ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്ന് രണ്ട് സൈറ്റുകളോട് ഞാൻ പറയാം. അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചാറ്റ് PDF. കേട്ടിട്ടുണ്ടോ? ചാറ്റ് PDF. PDF ആയിട്ട് ചാറ്റ് ചെയ്യാം. സാറ് കേട്ടിട്ടുണ്ടോ? സാർ ഉപയോഗിക്കുന്നുണ്ടോ? സാറ് ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ PDF-നകത്ത് നമ്മള് അഡോബിന്റെ PDF-നകത്ത് ഇപ്പൊ AI വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വന്നിട്ടുണ്ടോ? ഇതിന്റെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞു. എല്ലാത്തിനും AI വന്നില്ല. ഇതിനൊരു പ്രത്യേകത, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ ഇവിടെ തന്നെ കിട്ടും. നമ്മുടെ തന്നെ
റസൽ മാമിന്റെ ഞാൻ PDF ആക്കിയ ഇതിൻ്റെതാണ്. ഈ ഒരു ചോദ്യം ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ PDF കൊടുത്തിരിക്കുന്ന ബേസിസ് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിന് വേണ്ട ആൻസർ കിട്ടും. ചാറ്റ് PDF ഇതിപ്പോ ഇംഗ്ലീഷിലാകുമ്പോൾ ഇംഗ്ലീഷ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ആ ബുക്ക് നമുക്ക് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞുതരോ? പറഞ്ഞു നമുക്ക് അല്ല, പുസ്തകം വായിക്കേണ്ട പണി ഇല്ലാണ്ടാവോ നോക്കിയതോ. ഒരു ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് പറഞ്ഞിരുന്നുണ്ടെങ്കിലേ. ഇതിലൊക്കെ ജെമിനി ഇന്റഗ്രേറ്റ് ആയിട്ടുണ്ട്. സാർ കണ്ടിരുന്നോ ജെമിനിയുടെ ഒരു ഐക്കൺ വന്നതുണ്ടോ? ജെമിനിയുടെ ഒരു ഐക്കൺ വന്നത് കണ്ടോ? ഗൂഗിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഇപ്പൊ ജെമിനി കണക്ട് ആയിട്ട് ഡൗൺലോഡ് ആയോ? ഓക്കെ. അപ്ഗ്രേഷൻ വേണം. അതൊന്ന് നോക്കിക്കോളൂ. ഇതിലൊരു PDF കൊടുത്തിട്ട് വലിയ ഫയൽ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ അതായിരിക്കാം. ഒരു പേജ് 2 പേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവല്ലോ. ഒരു ദിവസം 2 പറ്റുള്ളൂ. ലിമിറ്റ് ഓഫ് 2 PDF പെർ ഡേ റീച്ച്ഡ്. ഓക്കെ നാളെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. നാളെ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്ഷൻ. ഇനി 2 സൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിട്ടുള്ള, അതായത് നമുക്ക് വേഡിലും എക്സലിലും ചെയ്യണമെങ്കിൽ പ്ലഗിൻ എന്ന് പറയുന്ന സംഭവം സാർ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ പ്ലഗിൻ? ഇല്ല ഞാൻ ഇതിനകത്ത് അത്ര പഠിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയ സാധനങ്ങളല്ല. പ്ലഗിൻസ് വേറെയും ഉണ്ടല്ലോ, റിലേറ്റഡ് അല്ലാതുള്ള പ്ലഗിൻസ്. ഇല്ല ഞാൻ നേരെ എക്സല് ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന പരിപാടിയായിരുന്നു. അത് നമ്മള് അതെ നമുക്ക് ആവശ്യം ഉള്ളത്
വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഞാൻ പഠിക്കണം, നമുക്ക് സമയത്തിന്റെ പ്രശ്നം. പക്ഷെ ഇത് എന്തായാലും ഞാൻ പഠിച്ചെടുക്കും. ഇതിന്റെ സൈറ്റിന്റെ പേര് ന്യൂമറസ് AI ആണ്. അതായത് ഗൂഗിൾ ഷീറ്റിൽ AI ഇന്റഗ്രേഷൻ ഒരു സൈറ്റാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഗൂഗിൾ ഷീറ്റിലല്ലേ? ഗൂഗിൾ ഷീറ്റ്, മൈക്രോസോഫ്റ്റിന്റെ അല്ല. ഗൂഗിൾ ഷീറ്റ് സൈറ്റ് ന്യൂമറസ് AI. സിൻഡോ ഉണ്ടെന്ന് സിൻഡോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റിന്റെ പേര് ന്യൂമറസ് AI. ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. ഒരു സൈറ്റ് പരിചയപ്പെടുത്തുന്നത് AI എക്സൽ ഫോർമുല ജനറേറ്റർ ആണ്. AI ഉപയോഗിച്ച് നമുക്ക് എക്സൽ ഫോർമുല ജനറേഷൻ. സൈറ്റിന്റെ പേര് അക്കിയോ. AI ഉപയോഗിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു മെറ്റയുടെ പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 2001 മടക്കി വെച്ചതാണ് എക്സല്. ഉപയോഗിച്ചിട്ടില്ല. ക്യാഷ് എന്തെങ്കിലും നോക്കുന്നതല്ലാണ്. എക്സലിൽ എക്സൽ ആയത് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? എക്സലിൽ എക്സൽ ആയ ആരെങ്കിലും ഉണ്ടോ? കോഴ്സ് വിൽക്കണ്ടല്ലോ. അല്ല, യൂനസ് സാറ് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ AI കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ കോഴ്സ് AI കണക്ട് ചെയ്തിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. പ്രഭാകരൻ സാർ, ഒരു നോർത്ത് ഇന്ത്യനെ കാണില്ലേ, ആർ യു യൂസിങ് മൈക്രോസോഫ്റ്റ് എക്സൽ വിത്തൗട്ട് ChatGPT, അങ്ങനെ ഒന്നും ചെക്കല്ലേ? എന്നൊരു പേര് എനിക്ക് ഓർമ്മയില്ല. വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നു. വെബിനാർ കണക്ട് ചെയ്തിട്ട് അവരെ പെയ്ഡ് കോഴ്സിലേക്ക് വലിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ്. അതിപ്പോ ട്രെൻഡാണ്. അതല്ല ഞാൻ പറഞ്ഞ ക്ലൗഡ് AIയുടെ ക്ലാസ്സിൽ പിന്നെ ഞാൻ ഇതേപോലുള്ള ബേസിക് കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ആഴത്തിലൊന്നും ഇതുവരെ എല്ലാം ChatGPT പോലെ ഞാൻ ആഴത്തിലൊന്നും പഠിച്ചു. ഈ ക്ലൗഡ് AI ഇന്ത്യൻ കമ്പനിയാണല്ലോ അല്ലെ? അങ്ങനെയാണ്. ഇന്ത്യൻ കമ്പനിയാണ്. അവർ ആപ്പ് ഇന്നലെ ലോഞ്ച് ചെയ്തല്ലോ. അത് അപ്പൊ എന്റെ അപ്ഡേഷൻ കിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല. ന്യൂസ് ലെറ്റേഴ്സ് ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഭയങ്കര ഹൈപ്പാട്ടോ, ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് ആ സാധനം ഇന്നലെ റിലീസ് ചെയ്തത്. ChatGPTയുടെ പെയ്ഡ് വേർഷന് കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ അതിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും ടെസ്റ്റ് ചെയ്തോട്ടോ. ഇന്നലെ അവരുടെ ഒരുപാട് ഈവന്റുകളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ AI കുറെ ടൂൾസിനെതിരെ കണ്ടന്റ് റൈറ്റേഴ്സ് ഒക്കെ കേസിനൊക്കെ പോയിട്ടുണ്ട്. കാരണം യൂട്യൂബിനകത്ത് നിന്ന് എടുത്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അൺസ്വാപ്പ് ചെയ്തിട്ട് വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഹ്യൂമനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ. ക്ലൗഡ് AI ഞാൻ പറഞ്ഞില്ല, ആ കോഴ്സിൽ പിന്നെ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞ 2 മണിക്കൂറത്തില് അരമണിക്കൂർ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. ബാക്കി മുഴുവൻ അവരുടെ കോഴ്സ് സെല് ചെയ്യുക ചെയ്തു. 16,000 ആണ് അവരുടെ കോഴ്സിന്റെ റേറ്റ് പറയുന്നത്. അത് ഫസ്റ്റ് 20 പേഴ്സൺസിന് 2,000 രൂപ. അത് ഈ ഇപ്പൊ ഒരു കോഴ്സ് വാങ്ങുന്നതിന്റെ ട്രെൻഡാണത്. 1 ലക്ഷം രൂപ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റിലേക്ക് വരും. പ്രഭാകരൻ സാറേ, നമ്മളെ പരിപാടി തന്നെയാണ്.
അത് മൊത്തത്തില് എല്ലാരും ഈ വിൽസൺ എല്ലാരും ചെയ്യുന്ന പരിപാടിയാ. ഇതന്നെടാ ഈ നമ്മുടെ അനിൽ കേരളത്തിലുണ്ട്. ബാലചന്ദ്രനും എല്ലാരും ചെയ്യുന്ന പരിപാടി. പക്ഷെ അനിൽ ബാലചന്ദ്രൻ 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 2 ലക്ഷത്തിലേക്ക് എത്തുക. നമ്മുടെ എല്ലാരും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ജസ്ലി സാറ് എന്റെ 2 കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തതാ ഫ്രീ. പക്ഷെ അതില് Just- ഇതുപോലെ അവിടുന്ന് ഇവിടുന്ന് തൊട്ടുപിടിക്കാതെ പറഞ്ഞിട്ട് പിന്നെ 6500 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. ആ ജസ്ലി സാറ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സ്പെർട്ട് ആണ് അയാള്. എക്സ്പെർട്ട് ആണ് ആള്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അയാൾ ബിടെക്കാരനാണ്. ബിടെക്കാ ഈ ടെക് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ല, അയാള് ബിടെക് മാത്രല്ല, അയാൾ വർഷങ്ങളായിട്ട് ഈ മേഖലയില് 10-20 വർഷത്തിന് മേലെ വേണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റ് കേൾക്കുന്ന അന്ന് മുതൽ പുള്ളിയാണ്. പക്ഷെ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ പുള്ളി അത്ര അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ ഒരു 2 മണിക്കൂറത്തെ ക്ലാസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചെങ്കിലും കണ്ടന്റ് നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ 2 മണിക്കൂറാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അവര് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അവരുടെ കോഴ്സ് സെല് ചെയ്യുകയും ചെയ്യും. നമുക്കൊരു ഇപ്പൊ സാറിന്റെ ക്ലാസ് ഒരു ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പേ ചെയ്തില്ലെങ്കിൽ കൂടെ ആ ഒറ്റ ദിവസത്തെ ക്ലാസ്സിന് നല്ലൊരു പ്രയോജനം കിട്ടും. അല്ലേ പ്രൊഫസറെ? അതെ അതെ. അത് ഓരോ ടെക്നിക്കാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടേ. പക്ഷെ ആ ഒരു നമുക്ക് എന്താ പറയാ, ഞാനിപ്പോ ക്ലോഡയുടെ ക്ലാസ് പോയിട്ട് എനിക്കറിയാവുന്നതിൽ കൂടുതലൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ വളരെ ബേസിക് ആണ്. അതിന്റെ 1-2 പ്രാവശ്യം അങ്ങോട്ട് ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. അല്ലാണ്ട് ആഴത്തിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വരുന്നത് അതാണ്. അപ്പൊ എക്സലിന്റെ ഒരു ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഉണ്ടോ വേറെ? +4 നോർമൽ ഫോർമുല അടിച്ചു നോക്കി. ഈ സമ്മിന്റെ ഒരു ഇത് അടിച്ചു നോക്കി, ഏറ്റവും ബേസിക് അതെങ്ങനെ വർക്ക് ചെയ്യണ്ടെന്ന് നോക്കാം. നമ്മള് ഇതിന്റെ ഈ A to A50 എന്നുള്ളത് അതിന്റെ സെൽ അഡ്രസ് ആയിരിക്കും അല്ലെ? അതെ അതെ അതെ. അത് നമ്മൾ മാറ്റി കൊടുക്കുക വേണ്ടേ? അത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. നമ്മളിപ്പോ അത് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ മാറ്റി കൊടുക്കാം. ഓൾ മാത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ, ലുക്കപ്പ്, ലോജിക്ക്, ഇതൊക്കെ എത്ര ടെൻഷൻ പിടിച്ച് നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. Count the number of cell with the numbers in range A to A100. ശരിക്കും ഈ എക്സലൊക്കെ നമ്മൾ എത്ര ടെൻഷൻ പിടിച്ചിട്ട് എന്താ പറയുക, കുത്തും കോമയൊന്നും മാറാതെ ഈഫും കണ്ടീഷൻസ് ഒക്കെ ഇടുമ്പോഴേ, ഇതിപ്പോ ഒറ്റ ക്ലിക്കിനകത്ത് ശരിക്കും എക്സലിന്റെ കോഴ്സിന്റെ ആവശ്യമില്ല ഇത് പഠിച്ചു കഴിഞ്ഞാല്. അവിടെ ലതാ മാമൊന്നും ഇല്ല എക്സലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിൻഡോ ഇല്ലെന്ന് തോന്നുന്നു. അല്ല അവർക്കൊക്കെ കൂടുതൽ പ്രയോജനപ്പെടും. കാരണം അവര് ഡേ ടു ഡേ ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്നതാണ്. ഇത് പെയ്ഡ് ആണോ ഇത്? കണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. കണ്ടോ? ലതാ മാം ഉണ്ടോ? അല്ല വിനോദ് സാറേ, ഇത് പെയ്ഡ് ആണോ ഈ അക്കിക്കോ എന്ന് പറഞ്ഞ? ഇല്ല ഇതിപ്പോ ഞാൻ സൈൻ ഇൻ പോലും ചെയ്തിട്ടില്ല, അല്ലാതെ വന്നിരിക്കുന്നു. ആ പ്രൈസിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. എന്താണ് പ്രൈസിംഗ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂപ്പർ 39. ബിൽഡ് ഓൺ പാക്കേജ്. ഇത് എന്താണ് ഇപ്പൊ നമ്മള് കോഴ്സ് സെല് ചെയ്യുന്ന പോലെ തന്നെ അയക്കണം ഇവര്. 99-499 ആയിട്ട് ഡോളറിലാണ് അല്ലെ? $49. മൈക്രോസോഫ്റ്റിൽ ഇത് കണക്ട് ചെയ്ത് തരണം. ഇതിപ്പോ ഗൂഗിൾ ഷീറ്റിലല്ലേ? ഇത് വേറൊരു AI പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് മറ്റൊരായിട്ട് ഇന്റഗ്രേഷൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ
മറ്റേ മൈക്രോസോഫ്റ്റിന്റെ നമ്മുടെ എക്സലും വേർഡിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലഗിൻ കണക്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട്. വേറെ ഏതെങ്കിലും ഇതൊരു സെപ്പറേറ്റ് സൈറ്റ് ആണ്, നമ്മളൊരു ടൂളാണ്, AI ടൂൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആക്യുറസി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ല. മറ്റ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത് അത് എന്താ പറയാ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലതാ മാമിന് എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? ഏതെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അരയെന്നൊക്കെ പറയാൻ നേരത്ത് പണ്ട് കാലത്തെ ഓർമ്മയിലേക്കൊക്കെ പോകും. അപ്പൊ ശരിക്കും ഇരുന്ന് ഉറങ്ങിയിരുന്ന, ശരിക്കും ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്ന സംഭവമാണ് അറേ, അല്ലേ? ഞാനൊക്കെ അവിടെ പറഞ്ഞിട്ട് പോകുന്നതാ. സാറേ ഞാൻ നോക്കാറില്ല. എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയിരുന്ന സാധനങ്ങളാണ്. ഈ മെയിൻ ആയിട്ട് ഈ വീലുക്കപ്പ് ആണ് വേണ്ടത്. വീലുക്കപ്പ് ഇതാണ് മെയിൻ. ഈ വീലുക്കപ്പ് ഒക്കെയാണ് അധികം. അതെ അതെ. ഈ വീലുക്കപ്പ് ഒക്കെയാണ് ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ. എക്സല് ഗൾഫിൽ വർക്ക് ചെയ്യാൻ മെയിൻ ആണ്. ശരിക്കും അക്കൗണ്ടിങ് നോളജിനേക്കാൾ കൂടുതൽ വേണ്ടത് ഗൾഫില് എക്സലാ, അല്ലെ ബ്രോഹാൻ സാറേ? അവര് സോഫ്റ്റ്വെയറിനെക്കാളും എക്സൽ ആണ് കൂടുതൽ ഒരുവിധം കമ്പനികളില്. അതിന് മെയിൻ കാരണം എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയ എന്താ പറയുക ബ്രോഹാൻ സാർ, എന്റെ എക്സ്പീരിയൻസിൽ മിക്കവാറും കമ്പനികളുടെ തലപ്പത്ത്, അക്കൗണ്ട്സിന്റെ തലപ്പത്ത് ഈ പാകിസ്ഥാനികളുണ്ടാവും, പച്ചകള്. ഇവരാണെങ്കിൽ ഇതിനകത്ത് പുലികളാണ്, അല്ലേ? ഈ പാകിസ്ഥാനികള് കണക്കില് ഭയങ്കരതാണല്ലോ. എക്സലാണ് അവരെ കൂടുതൽ ഉപയോഗിക്കുക. അത് മാത്രല്ല ഒരുപാട് സിഎക്കാരൊക്കെ, എല്ലാ ബാക്കികളും മിക്കവാറും ആള് സിഎക്കാരായിരിക്കും, വിവരമുള്ളവന്. അല്ലാത്തവനുള്ള ചുമടും കയറ്റി അങ്ങനെ നടക്കും. വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും പച്ചകളെ അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പച്ചക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവര് ഇപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും പിന്നെ എക്സലിന്റെ വേണ്ടി വരുന്നുണ്ടല്ലോ. ഇപ്പൊ ജോലി സ്ഥലത്തെ ഇന്റർവ്യൂല്, അല്ലെ? ഇപ്പൊ എക്സലിന് ഇപ്പോഴും പ്രാധാന്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ല, എക്സല് നമ്മളിവിടെ കൂട്ടുന്ന പ്ലസും ബട്ടണും അല്ല അവരത്. അവര് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എക്സലിനകത്ത് പ്രോഗ്രാം ചെയ്ത് അങ്ങ് തരും. എന്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ. സാറെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അടക്കം വരും എക്സൽ. അവരുണ്ടാക്കും. സുഖമാണ്. എന്റെ അടുത്ത് കഴിഞ്ഞ മാസം കൺസൾട്ടിങ്ങിന് വന്നിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, സോഹോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റോ ഡാറ്റ ആയിട്ട് തന്നത് ഈ എക്സൽ ആണ്. ഞാൻ അന്തം വിട്ടുപോയി എങ്ങനെയൊക്കെയാണ് അവൻ അതിനകത്ത് ചെയ്തതെന്നുള്ളത്. കാരണം ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത ഒരു 150 സ്ഥലത്ത് അത് റിഫ്ലക്ട് ആവുന്നുണ്ട്, 150 റിപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സോഹോയിൽ ഇത് ഇത്രയും ഓപ്ഷൻസ് ഇല്ല, ഇന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിത് ആരാ ചെയ്തത്? അപ്പൊ ഒരു മഹ്മൂദ് എന്ന് പറഞ്ഞ ഒരു പാക്കി ഉണ്ടായിന്. അപ്പൊ അവനോട് ഞാൻ വെറുതെ ചോദിച്ചു ഇന്ന സാധനം. അപ്പൊക്ക് അവൻ 2 മിനിറ്റ് കൊണ്ട് അടുത്ത പ്രോഗ്രാം അവിടെ എത്തിച്ചു. അപ്പൊ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ അവനക്ക് എന്ത് റിപ്പോർട്ടാണോ കമ്പനിക്ക് ആവശ്യമുള്ളത് അത് അവനോട് പറഞ്ഞാൽ മതി. അവനത് കുത്തും കോമയൊക്കെ ഇട്ടിട്ടേ ഒരു സംഭവം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ സോഹോക്കകത്ത് ഇത്ര ഓപ്ഷൻസ് ഉള്ളു. പക്ഷെ സാറേ സകല സോഫ്റ്റ്വെയറുകളുടെ ബേസ് എക്സൽ തന്നെയല്ലേ ശരിക്കും? സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. അക്കൗണ്ട്സിന്റെ എല്ലാ ഇതിലും ബേസ് എക്സൽ തന്നെയാണ് വരുന്നത്. എക്സൽ തന്നെയാണ്. ഒന്നുകൂടി ഗൂഗിളിനെക്കാട്ടിലും വിനോദ് സാറേ, ഗൂഗിളിനെക്കാട്ടിലും നമ്മള് മൈക്രോസോഫ്റ്റ് ഇതില് എങ്ങനെ ഇത് സെറ്റ് ആവും എന്നുള്ളത് അത് നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറയുന്ന പോലെ പ്ലഗിൻസ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതില് ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ, ഇപ്പൊ ഈ വേർഡിന്റെ സ്ക്രീനില്ലേ, ആ വേർഡിന്റെ സ്ക്രീനിനകത്ത് വലതു ഭാഗത്തുള്ള ആഡിൻസ് അതായിരിക്കും അല്ലെ, അവിടെ ആയിരിക്കും അല്ലെ?
ആണെന്ന് അറിയാം. ഇത് അവിടെ GPT ഫോർ എക്സൽ വേർഡ് അപ്ലൈ ഫസ്റ്റ് വൺ. ഞാനത് മുഴുവനായിട്ട് ഇപ്പൊ കണ്ടതാട്ടോ. ആഡ് ചെയ്യേണ്ടി വരും. ഇത് തന്നെയാണെന്നൊന്നും പ്ലഗിൻസ് പറയുന്നത് അല്ലെ? അതാന്ന് തോന്നുന്നു. പർച്ചേസ് മേ ബി ആഡ് എടുത്ത് നോക്കി, കണ്ടിന്യൂ എടുത്ത് നോക്കി. ഇപ്പൊ എന്തായി എന്ന് അറിയത്തില്ല. അതവിടെ വലത് ഭാഗത്തൊക്കെ വരുന്നുണ്ട്. 11 കണ്ടിന്യൂ. മൈക്രോസോഫ്റ്റ്. സൈൻ ഇൻ ചെയ്താൽ മതിയാവും. അത് നോക്കാം. അത് അങ്ങനെ പറ്റുമെന്നുള്ളത് ഇത് ഏതാ വേർഷൻ സാറേ? എന്നത് വിൻഡോസ് 10 ആണ്. ഏതായിട്ടിരിക്കണം. ഇത് ഏതായാലും പുതിയൊരു സാധനം തന്നെയാണ്, പഴയതല്ല. അതിൽ താഴത്തെ ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കിയേ. ഓപ്ഷൻസ് അല്ല, അതിന് വേറെ അക്കൗണ്ട് ഇല്ലേ? അക്കൗണ്ട് ഓപ്ഷൻസിന്റെ മുകളില് Microsoft Office Professional Plus 2021. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഇതില് വർക്കൗള്ളും തോന്നുന്നു. ഇത് ലേറ്റസ്റ്റ് തന്നെയാണ്. ഇതില് 2021 എഴുതിയിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ പ്ലസ്. അതിനുശേഷം പിന്നെ ആ ഒരു വേർഷൻ ഇറങ്ങിയില്ലേ, പിന്നെ ഇതിലേക്ക് 365 പോയത്. അവരുടെ ഒഫീഷ്യൽ സാധനം 2020, എല്ലാം 3 വർഷം കൂടുമ്പോഴാണ് അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. പിന്നെ ഇപ്പൊ ഇറങ്ങിയത് 365 ആണ്. ഞാൻ നമ്പർ ഇല്ലാന്ന് തോന്നുന്നു. 2007, 2010, 13, 17, 21 അങ്ങനെയാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴാണ് മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്യുക. നോക്കിയോളൂ, 2007, 10, 13, 17, 21 അങ്ങനെ പോവാം. പിന്നെ സാറ് 365 ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ 365 ഉപയോഗിക്കണ. പെയ്ഡാ? പെയ്ഡാ. ഓപ്ഷൻസ് ഈസി ആണോ അതില്? അടിപൊളി. ഞാൻ ആ സാധനം തന്നെ ഞാൻ ഫോണിൽ ഉപയോഗിക്കുന്ന, ടാബിൽ ഉപയോഗിക്കുന്ന എല്ലാം 5 ഡിവൈസിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടെ മൊബൈലിൽ ലാപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിലും അത് റിഫ്ലക്റ്റ് ആവും. അപ്പൊ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിസ്റ്റത്തിൽ ചെയ്ത് ഇട്ടാ മതി. അപ്പോഴൊക്കെ എല്ലാത്തിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും. ഇയർലി പാക്കേജ് ഉണ്ട്. അത് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. ഒരു 7 ആളുകൾ എടുക്കുകയാണെങ്കിൽ 6 ആളുകൾക്ക് എടുക്കാം. 6 യൂസേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6000 രൂപന്റെ അടുത്ത് വരുന്നത്. പെർ ഹെഡ് 1000 വരും അല്ലേ? പെർ ഹെഡ് 1000 വരും ഇയർലി. അപ്പൊ അത് വലിയ പ്രശ്നമില്ല. ചിലപ്പോ ഒരു ഇതിന്റെ എന്തായാലും തീരാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആളുകളും കൂടിയിട്ടേ നമ്മൾ ടീമായിട്ട് 365 പർച്ചേസ് നല്ല ഡാറ്റയും കിട്ടും. 6 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളുകളൊന്നും ഇപ്പൊ കാണാനില്ല. അവരൊക്കെ മിക്കവാറും പോയിട്ടുണ്ടാവും. ഇനി പുതിയ ആളുകൾ തപ്പിയെടുക്കണം. ഒരു 6 ആളുകൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് 1000 രൂപ വെച്ചിട്ട് എല്ലാവരും എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് നഷ്ടം ഉണ്ടാവില്ല. പ്രഭാകരൻ സാറേ, നഷ്ടമൊന്നും
ഒരു നഷ്ടമില്ല. 1000 ഇയർ കൊടുക്കുകയാണെങ്കിൽ ഒരു നഷ്ടമില്ല. കാരണം അത്രയും ക്ലൗഡ് ഡാറ്റ അവിടെ ഉണ്ടാവേ. ഓക്കെ ഓക്കെ. അടുത്തേത് നോക്കിക്കോളെ. ലേണിംഗ് സ്റ്റുഡിയോ എ എന്ന് പറയുന്ന ഒരു സൈറ്റ്. ജസ്റ്റ് ഒരു ബ്രീഫിന് വേണ്ടി പറയാണ്. നമ്മള് എ ഉപയോഗിച്ച് ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളാണ്. നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഒരു സൈറ്റാണ് ലേണിംഗ് സ്റ്റുഡിയോ എ. കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. 6 മണിയാവുന്നു. അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ്. നമ്മൾ പ്രതിപാദിക്കാതെ പോയ ഒരു സൈറ്റാണ്. സാർ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനൊന്നും? ആരെങ്കിലും? സിന്തൻസിയ എന്ന് പറയുന്നത് AI വീഡിയോ ക്രിയേഷൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ്. ഞാൻ പരിചയപ്പെടുത്തുന്നത് മാത്രമേ. AI വീഡിയോ ക്രിയേഷൻ. സർ ഇത് എങ്ങനെ വർക്ക് ചെയ്യണം നോക്കിയിരുന്നോ സിന്തേസിയ? You will get your video via email in minutes. ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റുമോ സാറേ സിന്തേസിയ? ഏതാണ്? ഈ ഒരു സിന്തേസിയ ആപ്പ് ഒന്ന് നോക്കണം. പ്രഭാകർ സാർ ചോദിച്ചപ്പോ ഏതൊക്കെ വിരൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെ വിരൽ ഉപയോഗിക്കണമെന്ന് ചോദിച്ചിരുന്നു നമ്മൾ ക്ലാസ്സിലെ. എനിക്ക് കയ്യിൽ തന്നെ 12 വിരലുണ്ട്. 12 വിരല് മിക്കവാറും 10 വിരൽ ഉപയോഗിക്കുന്നുണ്ട്. സാറ് വിനോദ് സാർക്ക് വിരലുകളെല്ലാം എണ്ണം കൂടുതലാ. എങ്ങനെ? വലത്തെ കയ്യില് 6 വിരല്, ഇടത്തെ കയ്യില് 6 വിരല്, കാലില് 6 വിരല്, രണ്ട് കാലിലും 6 വിരല്. വിനോദ് സാർക്കോ? എനിക്ക് ഉണ്ടോ കാര്യത്തില? കറക്റ്റ്. ഞാൻ ഞെട്ടിപ്പോയി കൈ വെച്ചപ്പോ. ഞാനിങ്ങനെ കീ പറയാണ്. അപ്പൊ വിരലുകളെ എണ്ണം. അന്നേരം അത് നിങ്ങളെ കീയിൽ എങ്ങനെ വർക്ക് ചെയ്യാ? അല്ല, മറ്റേ ചെറിയ വിരല് രണ്ടും ചെറുതാ. അപ്പം കുഴപ്പമില്ല അല്ലേ? വളരെ ചെറുതാണ്. വളരെ ചെറുതാണ്. അല്ലേ? അത് ശരി. 5 കഴിഞ്ഞ 6ാമത്തെ വിരലാണ്. 2 കയ്യിലും. അത് അപൂർവമാണ്. ചിലരുടെയൊക്കെ ഒരു കയ്യിലേ കാണുള്ളൂ. കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇത് കാലിലും കയ്യിലും എല്ലാം 6 അതായത് വിരല്. അസ്വാഭാവികത ഫീൽ ചെയ്യൂല അല്ലെ ആ, രണ്ടിലുള്ളോണ്ട്? ഇല്ല. ഒട്ടും ഫീൽ ചെയ്യില്ല. ചിലർക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഇങ്ങനെ ഞാണ്ട് കിടക്കും. അല്ലെങ്കിൽ ചിലർക്ക് പോയി നിങ്ങള് നോർമൽ വിരൽ പോലെ തന്നെ പോകുന്നല്ലേ? അതെ അതെ. ചെറിയതങ്ങനെ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കാലില അറിയില്ല. കാലില സാധാരണ വിരൽ കണക്ക് തന്നെ ഇരിക്കും. അതാണ് പെട്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് മാത്രമാണോ? ഫാമിലി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഞാൻ ട്വിൻസിൽ ഒരാളാണ്. ആൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. പുള്ളി ജീവിച്ചിരുന്നില്ല അപ്പൊ? ഇല്ല. അത് പ്രസവത്തോടുകൂടി മരിച്ചു. അതെ. അതേപോലെ സാറേ, എന്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് വലതുവശത്താ ഹൃദയം. എങ്ങനെ? വലതുവശത്താണ് ഹൃദയം പുള്ളിക്ക്. ആർക്ക്? എന്റെ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു ഗൾഫില്. ഇവിടെ മലപ്പുറത്തുള്ള തന്നെയാണ്. പുള്ളിക്ക് ഹൃദയം വലതുവശത്താ. അന്നേരം ഈ പമ്പിങ് ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക അല്ലെ? പുള്ളിയുടെ എല്ലാം വേറെ രീതിയിലുള്ളതാ. ഓരോ അത്ഭുതങ്ങളല്ലേ? അതെ. അത് റയർ അത്രേ. വളരെ റയർ. അതിന്റെ പ്രവർത്തനം ദൈവം രണ്ടാമത് അയാൾക്ക് മാത്രം, അല്ലെങ്കിൽ അങ്ങനത്തെ ടീമിന് മാത്രം റിവേഴ്സ് പ്രവർത്തിപ്പിക്കണ്ടേ? അതെ. വലതുവശത്താണ് വരുന്നത്. ഡോക്ടർമാരായാലും പെട്ടെന്ന് ഈ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപകടം ചെയ്യും. അത് പുള്ളി ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് ആൾക്കാർ ചിലപ്പോ ഇടതുവശത്ത് അമർത്തിയിട്ട് ഒരു കാര്യമില്ല പുള്ളിക്ക്. ഞാനിപ്പോ ടൈപ്പിങ്ങിന്റെ കാര്യം പറയാം. ഞാനിപ്പോ ഓരോന്ന് ടൈപ്പ് ചെയ്തപ്പോ ഞാൻ ഓർക്കുമായിരുന്നു പ്രഭാകർ സാറ് പറഞ്ഞത്. അപ്പൊ ഏതാണ്ട് അത്യാവശ്യം എല്ലാ വിരലുകളും ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷെ ഇത് ഫ്രീ ഇത് അല്ലല്ലോ, പെയ്ഡ് ആണ്. ഡെമോ ചെയ്യാനുണ്ടോ ഇതിനകത്ത്? ഓ, ഡെമോ അവർ തന്നെ കാണിക്കുന്നുണ്ട് ഡെമോ. YouTube and creative development to simply click. Try it out. ഫീച്ചേഴ്സ് ഒക്കെ സോറി ഡിവൈസിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. 130 ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രീ ആയി വീഡിയോ ജനറേറ്റർ, പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തു. അങ്ങനെ ഇത് കാണിക്കണതേ ഉള്ളൂ. ബാക്കി കാശ് കൊടുത്താലേ നടക്കണ്ടാവുള്ളൂ അല്ലെ? അതിന് കാശ് കൊടുത്താൽ നടക്കുന്നത്. ഓക്കെ, എന്തായാലും നോക്കാം. വിനോദ് സാറെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒക്കെ ക്രാക്ക് വരാൻ തുടങ്ങും. അതിന്റെ പണി വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ വിദഗ്ധര് അതിന്റെ പിന്നാലെ ആയിരിക്കും. പിന്നാലെ ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ. വിനോദ് സാർ എന്നെ അഡ്മിൻ ആക്കോ? വിനോദ് സാർ എന്നെ അഡ്മിൻ ആക്കോ? ഒരു ചെറിയൊരു ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ചെയ്ത ഒരു വർക്ക് ഒന്ന് കാണിച്ചരാ. എന്നെ ഹോസ്റ്റ് ആക്കിയാൽ മതി. ഐശ്വര്യ വീഡിയോയില് വന്നിട്ടുണ്ടല്ലോ. ഐശ്വര്യമായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഐശ്വര്യമായിട്ട് വന്നിട്ടുണ്ട്. ഐശ്വര്യ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. നല്ല നല്ല വീഡിയോസ് തന്നെ മറ്റേ ഇതും വരുന്നത്. സ്റ്റൈലൊക്കെ നല്ല പോസ്റ്റുകളാ വരുന്നത്. അതൊക്കെ ഏതിലാ ചെയ്തിടുന്നത്? ഇല്ല, നമുക്ക് ചിലതൊക്കെ ഡയറക്റ്റ് വെൻഡേഴ്സ് തന്നെ അയക്കുന്നുണ്ട്. റീസെല്ലിംഗ് ഉണ്ടല്ലോ, റീസെല്ലിംഗ് മീഷോ മോഡൽ. ഇതിനകത്ത് ഈ സാധനം കണ്ട, ഈ മുകളിലെ സാധനം കണ്ടില്ലേ? അന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കണം സാർ. ഇത് ചെറിയ ആള് ചെയ്തത് അങ്ങനെ ആ കുട്ടി ചെയ്തതാണോ അത്? ആ കുട്ടി ചെയ്തോ? അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു മനസ്സിലായി. Once upon a time, in a cozy little town, there lived a spirited 12-year-old girl named Neetha. She was a bright and imaginative girl, always ready for a new adventure. This summer, however, was different. Neetha had hurt her leg and had to stay home for 2 long months. Neetha's younger brother, Nihal, was a 7-year-old dynamo who loved cooking up all sorts of delicious treats. He was also a little chef with a budding YouTube channel where he shared his culinary creations with the world. Chocolate to happen. Legs slipped to get back on her feet. In the meantime, Neetha's teachers and ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ചെറിയ കുട്ടി അവരുടെ ഫാമിലിയിലെ സ്റ്റോറി പറഞ്ഞതാ. കറക്റ്റ് ആയിട്ട് അവര് 3-4 ടൂൾസിലൂടെ ടൈപ്പ്, അതായത് ചാറ്റ് ജിപിടി പ്രോംപ്റ്റ് ചെയ്തിന്ന് വേറെ ഏതൊരു സാധനം വെച്ചിട്ട് ആനിമേഷൻ കൊടുത്തു.
അതുകൊണ്ട് മിഡ് ജേണി കൊണ്ടുപോകും. അങ്ങനെ 3-4 സാധനം വെച്ചിട്ട് ചെയ്തോ. അല്ല, അവരുടെ പ്രായമാണ് ഞാൻ ഇതിനകത്ത് നോക്കുന്നത്. അതൊന്ന് ഗ്രൂപ്പ് ഷെയർ ചെയ്യണം കേട്ടോ. അത് 10-12 വയസ്സുള്ള ഒരു കുട്ടി. 10ാം ക്ലാസ്സുകാരൻ ക്ലാസ് എടുക്കുന്നത് 10ാം ക്ലാസ് വരെ ക്ലാസ് എടുക്കുന്ന കണ്ടില്ല അമേരിക്കയിലുള്ള കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ. Damn.